നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂർ തൂക്കുപാലത്തിന് മുന്നിലെ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. പുനലൂർ നഗരസഭയുടേതാണ് നടപടി. അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ ആർക്കിയോളജി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോളേജ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറി. ആംബുലൻസ് ഡ്രൈവർ അറസ്റ്റിൽ. പത്തനാപുരം കറവൂർ സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും അപഹരിച്ചു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. 5-അംഗ സംഘത്തിലെ 2 പേരെയാണ് കോട്ടയം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ തൂക്കുപാലത്തിന് മുന്നിലെ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിച്ച് പുനലൂർ നഗരസഭാ അധികൃതർ. ദേശീയപാത കടന്നു പോകുന്നത് തൂക്കുപാലത്തിന് സമീപത്തു കൂടിയാണ്. അപകടങ്ങൾ ഇവിടെ പതിവുമാണ്. ഈ സാഹചര്യത്തിലാണ് ഒഴിപ്പിക്കൽ. സാധനങ്ങൾ വാങ്ങാനായി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ കടന്നുപോകാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് പുനലൂർ നഗരസഭ സ്ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിലാണ് അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. പുനലൂർ നഗരസഭയിൽ പൊതുസ്ഥലങ്ങളിൽ കച്ചവടം നടത്താൻ കാർഡുള്ളവർക്ക് ഉചിതമായ സ്ഥലം കണ്ടെത്തി അടുത്ത ഘട്ടത്തിൽ അവരെയും ഒഴിപ്പിക്കുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോളേജ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത യുവാവ് പോലീസിന്റെ പിടിയിൽ. കറവൂർ വിഷ്ണു വിലാസത്തിൽ മോനായി എന്ന് വിളിക്കുന്ന ആംബുലൻസ് ഡ്രൈവർ വിഷ്ണുവിനെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ 16-നായിരുന്നു സംഭവം. സ്കൂട്ടറിലെത്തിയ വിഷ്ണു കോളേജിന് മുന്നിൽ വെച്ച് വിദ്യാർത്ഥിനിയെ തടഞ്ഞു നിർത്തി അപമര്യാദയായി പെരുമാറുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഭയന്നോടിയ പെൺകുട്ടിയെ പിന്നീട് ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്നാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ പോയ വിഷ്ണുവിനെ ജൂലൈ 3-നാണ് കറവൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. SI അനീഷ്, ASI ഗിരീഷ്, CPOമാരായ ചന്ദ്രമോഹൻ, ജസ്ന എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. പോക്സോ കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയതിനും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടി ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്ക് ശനിയാഴ്ച തുടക്കമാകും. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 21 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ 200 പേർക്ക് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടിയായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്ക് ശനിയാഴ്ച തുടക്കമാകും. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ 200 പേർക്ക് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. അങ്ങനെ 200 രോഗികളാണ് കരുനാഗപ്പള്ളി ആശുപത്രിയിലുള്ളത്. ആ 200 പേർക്കും ഈ പ്രഭാത ഭക്ഷണം നൽകുക എന്ന ഒരു നല്ല പദ്ധതിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിലേക്കായി 21 ലക്ഷം രൂപ പദ്ധതി അംഗീകാരം കിട്ടി പദ്ധതി വകയിരുത്തിയിട്ടുണ്ട്. ബാക്കി ഇനിയും പൈസ വേണ്ടി വന്നാൽ ഇതിലേക്ക് ഞങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചപ്പോൾ തന്നെ ഭരണസമിതിയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഏകസ്വരത്തിൽ അതിനെ പിന്തുണയ്ക്കുകയും നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 10 രൂപ ഗുണഭോക്തൃ വിഹിതമായി താലൂക്ക് ആശുപത്രിയിലെ കുടുംബശ്രീ കൗണ്ടറിൽ അടച്ച് രോഗികൾക്ക് ഭക്ഷണം കൈപ്പറ്റാൻ കഴിയും. കുടുംബശ്രീ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8-ന് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കുമെന്ന്
നഗരസഭാ അധികൃതർ അറിയിച്ചു. നഗരസഭയുടെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതിയായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പദ്ധതി നാളെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി നാളെ രാവിലെ 8 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്ന് പറയുന്നത് ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ 200 പേർക്ക് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് 10 രൂപ ഗുണഭോക്തൃ വീതം അടച്ചുകൊണ്ട് ബാക്കി നഗരസഭ കൂടി 30 രൂപ എടുത്ത് അങ്ങനെ 40 രൂപയുടെ പ്രഭാത ഭക്ഷണമാണ് നമ്മൾ ഒരു ദിവസം ഒരു രോഗിക്ക് കൊടുക്കുന്നത്. നഗരസഭാ സെക്രട്ടറി VS സന്ദീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തും. നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ്, വൈസ് ചെയർപേഴ്സൺ ഷഹനാൻ നസീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഡോക്ടർ P മീന, M ശോഭന, S ഇന്ദുലേഖ, റെജി ഫോട്ടോ പാർക്ക, മഹേഷ് ജയരാജ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. അതിദരിദ്രതയില്ലാത്ത സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന മാലിന്യമുക്ത കേരളമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി നഗരസഭ സാധാരണക്കാർക്കായി വളരെ പ്രയോജനകരമായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്ക് തുടക്കം കൊടുക്കുകയാണ്. താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് കൂടുതൽ OP സൗകര്യങ്ങളും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഇപ്പോൾ തന്നെ 1500-2000 രോഗികൾ വരുന്ന സ്ഥാപനത്തിൽ ഭാവിയിൽ കൂടുതൽ OP സൗകര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും അപഹരിച്ചു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. 5 അംഗ സംഘത്തിലെ 2 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 28-ന് രാത്രിയായിരുന്നു സംഭവം. നായേഴ്സ് ആശുപത്രിക്ക് മുന്നിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഉളിയക്കോവിൽ ആറ്റൂർച്ചിറ വീട്ടിൽ ഹരികൃഷ്ണൻ, ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് സമീപം സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന, കേരളപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെന്നൈ അരുമ്പാക്കം MMDA കോളനിയിൽ അഹമ്മദ് ഷാ എന്നിവരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ മാടിനാട് സ്വദേശി ഷൈൻ, രഞ്ജിത്ത്, വിപിൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊട്ടിയം SI നിതിൻ നളന്റെ നേതൃത്വത്തിൽ SIമാരായ അനിൽകുമാർ, ജോയി, CPOമാരായ പ്രവീൺ ചന്ദ, രമ്യ, വിനോദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. ജൂൺ 28-ന് രാത്രി 9:30-ഓടെയായിരുന്നു സംഭവം. കൊട്ടിയം പീടികമുക്കിൽ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന ഇടത്ത് ഓട്ടോ ഡ്രൈവറായ ഷൈന്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘം എത്തി തൊഴിലാളികളെ കതകിന് മുട്ടി വിളിച്ചു. ഇവർ 5 പേരും അകത്തുകയറി തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും അപഹരിക്കുകയായിരുന്നു. കൊട്ടിയം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ കേന്ദ്രമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓട്ടോറിക്ഷ ഡ്രൈവർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. പുനലൂർ ചെമ്മന്തൂർ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷ് ഉണ്ണിത്താനാണ് മരിച്ചത്. ഇദ്ദേഹം താമസിക്കുന്ന ലോഡ്ജ് മുറിയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. പുനലൂർ ചെമ്മന്തൂർ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷ് ഉണ്ണിത്താൻ താമസ സ്ഥലമായ സ്വകാര്യ ലോഡ്ജിലെ മുറിയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തി. ഇളമ്പൽ സ്വദേശിയായ സന്തോഷ് വർഷങ്ങളായി പുനലൂരിൽ ഓട്ടോറിക്ഷ ഓടിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മൃതശരീരം കണ്ടത്. ഞാൻ രാവിലെ കണ്ടതാ. ഇന്നലെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി ഗുളിക മേടിച്ചിട്ട് പിന്നെ രാവിലെ കണ്ടേ. തൽക്കാലം പായോടെ നിർത്താനുള്ള അത് മതി. അവിടെ ഷീറ്റുകളിൽ ഉണ്ടോ നോക്കാം. ഷീറ്റില്ല. സഹപ്രവർത്തകർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുനലൂർ CI രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. തുടർ നടപടികൾക്കായി മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാറേ ഉണ്ട് കൂടെ ഉണ്ട്.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. എഴുകോൺ ESI ആശുപത്രി ബോർഡംഗം ദുരൈരാജ് സന്ദർശിച്ചു. രജിസ്ട്രേഷൻ കൗണ്ടർ, ചികിത്സാ വിഭാഗങ്ങൾ, ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ, ഫാർമസി, വാർഡുകൾ, ലാബ് എന്നിവിടങ്ങളിലെ സാഹചര്യങ്ങളും വിലയിരുത്തി. എഴുകോൺ ESI ആശുപത്രിയിലാണ് ബോർഡംഗം ദുരൈരാജ് സന്ദർശനം നടത്തിയത്. രജിസ്ട്രേഷൻ കൗണ്ടർ, ചികിത്സാ വിഭാഗങ്ങൾ, ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ, ഫാർമസി, വാർഡുകൾ, ലാബ് എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. ആശുപത്രിയെക്കുറിച്ചും ജീവനക്കാരെക്കുറിച്ചും രോഗികളോടും കൂട്ടിരിപ്പുകാരോടും അഭിപ്രായം ആരാഞ്ഞു. എഴുകോൺ ESI ആശുപത്രി നേരിടുന്ന അപര്യാപ്തതകൾ പരിഹരിക്കുമെന്ന് സന്ദർശനത്തിന് ശേഷം ദുരൈരാജ് പറഞ്ഞു. അനുസരിച്ചിട്ട് ഇവിടെ ഇല്ല, അതിൻ്റെ അപര്യാപ്തത ഉണ്ട്. രണ്ടാമത് ഈ സ്ഥലം, റൂമുകളിലും മറ്റുമെല്ലാം തന്നെ അതിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ റിനോവേഷനൊക്കെ നടന്നു കഴിയുമ്പോൾ അത് പൂർത്തിയാകും, ഒരു പരിധിവരെ പൂർത്തിയാകും. പിന്നെ ബാക്കി തൊഴിലാളികളുടെ നിയമാനുസൃതമുള്ള സാലറി, മറ്റുള്ള കാര്യങ്ങൾ പിന്നെ MS അത് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നോക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. മത്സ്യഫെഡ് അന്തിപ്പച്ചയുടെ പ്രവർത്തനം ചീരങ്കാവിൽ ആരംഭിച്ചു. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. മത്സ്യഫെഡിന്റെ അന്തിപ്പച്ചയുടെ പ്രവർത്തനമാണ് എഴുകോൺ ചീരങ്കാവിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് V സുഹർബാൻ, CPC മത്സ്യഫെഡ് മാനേജർ ക്രിസ്തുദാസ് സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. അതായത് മത്സ്യഫെഡിൻ്റെ അന്തിപ്പച്ചയാണ് നമ്മളിവിടെ ചീരങ്കാവ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നേരിട്ട് ശുദ്ധമായിട്ടുള്ള 100% വിഷരഹിതവും കെമിക്കലും ഒന്നുമില്ലാത്ത ശുദ്ധമായ മത്സ്യം ടെസ്റ്റുകൾക്ക് ശേഷം നമ്മൾ നേരിട്ട് ഉപഭോക്താക്കൾ, ജനങ്ങളിലേക്ക്, പൊതുജനങ്ങൾക്ക് വിഷരഹിതമായ മത്സ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ മത്സ്യഫെഡ് ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ അന്തിപ്പച്ച. ഇവിടെ ചീരങ്കാവ് നമ്മളിന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം, വീട് പൂർണ്ണമായി തകർന്നു. കൊല്ലം മടത്തറ അരിപ്പ വേങ്കുലയിൽ താന്നിമൂട്ടിൽ വീട്ടിൽ തുളസിയുടെ വീടാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. കൊല്ലം മടത്തറ അരിപ്പ വേങ്കൊല്ലയിലാണ് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ വീട് പൂർണ്ണമായി കത്തിനശിച്ചു. അരിപ്പ വേങ്കൊല്ലയിൽ താന്നിമൂട്ടിൽ വീട്ടിൽ തുളസിയുടെ വീടാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ ഈ സമയം ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ അപകടം ഒഴിവായി. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മാതാ അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തി. അമൃതാനന്ദമയി മഠത്തിലെത്തിയ ഗവർണറെയും പത്നിയെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സാധാരണ ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടിയാണ് അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. അമൃതാനന്ദമയി മഠത്തിലെത്തിയ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കറെയും ഭാര്യ അനഘ ആർലേക്കറെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. 2 മണിക്കൂറോളം അമൃതാനന്ദമയിയുമായി സംവദിച്ച ഗവർണർ ആശ്രമവും പരിസരത്തും സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അമൃതാനന്ദമയിയെ സന്ദർശിച്ചത്. അമൃതാനന്ദമയിയുടെ നിസ്വാർത്ഥ സേവനം വലിയ പുണ്യമാണ് രാജ്യത്തിന് നൽകുന്നതെന്നും ലോകത്തിന് മുഴുവൻ പുണ്യമാണ് സമ്മാനിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നവീകരിച്ച ചുമടുതാങ്ങിക്കുളത്തിന്റെ സമർപ്പണം നടത്തി. പൂന്തോട്ട സമർപ്പണവും നടന്നു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലാണ് കുളത്തിന്റെയും പൂന്തോട്ടത്തിന്റെയും സമർപ്പണം നടത്തിയത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലാണ് നവീകരിച്ച ചുമടുതാങ്ങിക്കുളത്തിന്റെയും പൂന്തോട്ടത്തിന്റെയും സമർപ്പണം നടത്തിയത്. CR മഹേഷ് MLA ചുമടുതാങ്ങിക്കുളത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. തിരിഞ്ഞു നോക്കാതെ കിടന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായി കണ്ടിരുന്ന, നമ്മളൊക്കെ അമൂല്യമായി കാണുന്ന ശുദ്ധജലം, അത് വൃത്തിയായി മനോഹരമായി ഇതിലെ പോകുന്ന ഒരാളിന് പോലും ഇനി ഇങ്ങോട്ട് നോക്കാതെ കടന്നു പോകാൻ സാധിക്കാത്ത തരത്തിൽ വളരെ മനോഹരമായി പുനർനിർമ്മിച്ച് നാടിന് സമ്മാനിച്ചിരിക്കുകയാണ്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ബഹുമാന്യായ B ശ്രീദേവി അവരുടെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറിൻ്റെയും ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ വിവിധ കക്ഷികളിൽപ്പെട്ട അംഗങ്ങളാണ് പ്രതിദാനം ചെയ്യുന്നത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭരണസമിതി തുടങ്ങിയ സമയത്ത്
ഒരുപാട് റോഡുകൾ ശോച്യാവസ്ഥയിലായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഓരോന്നോരോന്നായി പരിഹരിക്കുവാൻ അഴിമതിയില്ലാതെ സത്യസന്ധമായി സുതാര്യമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി, MP-യുടെ സഹായത്തോടു കൂടി, MLA-യുടെ സഹായത്തോടു കൂടി, അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കന്മാരുടെ ഉപദേശത്തോടു കൂടി, സഹകരണത്തോടു കൂടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്ന സമയത്ത് ഏറ്റവും മഹനീയമായി ഇതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദിയും. ഇന്ദുലേഖ രജീഷ് പൂന്തോട്ട സമർപ്പണവും നടത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. ആകണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഗ്രഹമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് നാട് മുഴുവനും ഫ്ലെക്സും ഒക്കെ അടിച്ചു വെച്ച് നിൽക്കുന്ന ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇതുപോലെയുള്ള മഹത് വ്യക്തികളുടെ മഹത്തായ ആദർശങ്ങളും അദ്ദേഹത്തിന്റെ സമർപ്പണവും ഒക്കെയാണ്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി, ലത്തീഫ ബീബി, RD പത്മകുമാർ, ശ്രീലത പ്രകാശ്, അജ്മൽ, ഗീത രാജു, മിനി പൊന്നൻ, മാളു സതീഷ്, ഗീതാകുമാരി, ദിലീപ് ശങ്കർ, അഭിലാഷ് കുമാർ, അനിജ, സന്തോഷാനേത്ത്, സുജേത, സരസ്വതി, ജയകുമാർ, സുകുമാരി, ഓമനക്കുട്ടൻ, ജയഗണേഷ്, ഹരിശങ്കർ, അനിൽകുമാർ, സലാം വൈനകം, R. ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കാട് വളർന്ന് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി പുനലൂർ നഗരസഭ പാർക്കിനായി തീരുമാനിച്ച സ്ഥലത്തെ മലിനജല സംസ്കരണ ലഗൂൺ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പുനലൂർ തൊളിക്കോട് ജംഗ്ഷനിലെ 2.5 ഏക്കറിലെ പാർക്കും ലഗൂണുമാണ് കുറ്റിക്കാടുകൾ വളർന്ന സാംക്രമിക രോഗഭീതി ഉയർത്തുന്നത്. ഇവിടം സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായും മാറിയിട്ടുണ്ട്. പുനലൂർ തൊളിക്കോട് ജംഗ്ഷനിലെ 2.5 ഏക്കർ സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ പാർക്ക് വന്നാൽ നഗരസഭയുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ സ്ഥലത്ത് മലിനജലം പ്രകൃതിദത്തവും ജൈവ രാസപരവുമായ പ്രക്രിയയിലൂടെ സംസ്കരിക്കുന്ന മലിനജല സംസ്കരണത്തിനായുള്ള ലഗൂണും ഇവിടെയുണ്ട്. ഇത് കൂടുതൽ ആകർഷകം ആകും എന്ന ചിന്തയോടെ മറ്റ് മാലിന്യ സംസ്കരണ പദ്ധതികൾ ഒഴിവാക്കി കുറഞ്ഞ അറ്റകുറ്റപ്പണി മാത്രം ആവശ്യമായി വരുന്നതും ഊർജ കായികക്ഷമത വർദ്ധിച്ചതുമായ ലഗൂണിനെ പ്രയോജനപ്പെടുത്താനും തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള വകുപ്പുകളും നിവേദനം നൽകിയെങ്കിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല. പ്രദേശത്താകട്ടെ നിലവിൽ കാട് വളർന്ന ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കൊതുകും കൂത്താടിയും മൂലം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുമേറെയാണ്. രാത്രികാലങ്ങളിൽ പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളവുമായി മാറുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികൾ പാർക്കും ലഗൂണുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ICSE സോണൽ വോളിബോൾ മത്സരത്തിൽ കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠം ജേതാക്കളായി. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിലെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ICSE സോണൽ വോളിബോൾ മത്സരം കായംകുളത്താണ് സംഘടിപ്പിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിലെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. CSI വൈദിക ജില്ലാ ചെയർമാൻ മാത്യൂസ് P. ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. 6 വിഭാഗങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ 5ലും കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ICSE വോളിബോൾ സംസ്ഥാന കോർഡിനേറ്റർ ബ്രിജിത്ത് VF, ജില്ലാ കോർഡിനേറ്റർ ശിവ, അനീഷ് പടിക്കമണ്ണിൽ, അന്നാമേരി ചെറിയാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പന്മന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പന്മന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചുമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് റിനോഷായുടെ വസ്ത്രം അഴിഞ്ഞുപോയത് പ്രശ്നം വഷളാക്കി. പോലീസ് വസ്ത്രം മനഃപൂർവ്വം ഉരിഞ്ഞതാണെന്നാരോപിച്ച് പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടിക്കമ്പ് കൊണ്ട് പോലീസ് ജീപ്പിന് നേരെ ആക്രമണം നടത്തി. ചില്ലുകൾ അടിച്ചു പൊട്ടിക്കാനും ശ്രമം നടത്തി. ഇതേ തുടർന്നാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്.
വീണ്ടും പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. തുടർന്നും പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായി. ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ പോലീസിനെ മറികടന്ന ചില പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കയറി. പോലീസ് ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായതോടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. രാത്രി വൈകിയും പോലീസ് സ്റ്റേഷൻ ദേശീയപാത ഉപരോധം തുടർന്നു. ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്നും ചങ്കരമംഗലം ജംഗ്ഷനിലേക്ക് കഴിഞ്ഞ രാത്രി നടത്തിയ മാർച്ചിനിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. ടൈറ്റാനിയം ജംഗ്ഷനിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ തൂക്കുപാലത്തിന് മുന്നിലെ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. പുനലൂർ നഗരസഭയുടേതാണ് നടപടി. അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ ആർക്കിയോളജി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോളേജ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറി. ആംബുലൻസ് ഡ്രൈവർ അറസ്റ്റിൽ. പത്തനാപുരം കറവൂർ സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും അപഹരിച്ചു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. 5-അംഗ സംഘത്തിലെ 2 പേരെയാണ് കോട്ടയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.